ഹായ് മധുലത. ഹേയ് ജീനിയസ്, വാട്ട്സ് അപ്പ്? ഗിഫ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയായിരിക്കും അല്ലേ? ഹേ അല്ല, ലവറിന് വേണ്ടിയാ. വാവ്. ഹലോ ബോസ്. എവിടെയാ ജോലി ചെയ്യുന്നേ? ഹലോ മാഡം. എന്താ? ദിസ് ഈസ് ജെൻ സീറ്റ് ഓൺലി. പുരുഷന്മാരെ ബഹുമാനിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. ഗെറ്റ് ഔട്ട്. ഇരുന്ന് തൊലക്ക്. താങ്ക് യു. അമ്പോ അമ്പമ്പോ, ഇതുപോലൊരു മുഖം ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മധുലത ഇന്ന് വളരെ ഹാപ്പി ആണല്ലോ. ലവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. കുറെ കവിതകൾ വരും, മൈൻഡ് വളരെ കൂളായിരിക്കും. 100% ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല അത്ര. ഓ, മുടി പോലും കുഴയില്ലെന്ന്. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോ ഉറപ്പായി നിനക്ക് സെറ്റ് ആകും. ഗിഫ്റ്റ് ഫ്രണ്ടിനാണോ ലവറിനാണോ? ഹേ അല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. ബാലസുബ്രഹ്മണ്യം കളക്ഷൻ. വാവ്, താങ്ക് യു. 5th സ്റ്റെപ്പ് ലവിങ്. മധുലത, ഒരു മിനിറ്റ്. ഹലോ സാർ. പറയടാ. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? നിന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ ആ മെഷീനെ നശിപ്പിച്ചോളില്ലേ? സാർ, മധുലത ഇപ്പൊ ഹാപ്പിയാണ് സാർ. ഇപ്പൊ വളരെ നല്ല മൂഡിലാ. ഇപ്പൊ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാർ. എല്ലാം സാറ് പറഞ്ഞതുപോലെ സംഭവിക്കുന്നേ. സാർ, എനിക്കൊരു ചെറിയ ഡൗട്ട് സാർ. ഇതല്ലേ സാർ 5th സ്റ്റെപ്പ്? മിണ്ടാണ്ട് എന്റെ പ്രണയം പറയട്ടെ. വേണ്ടടാ, അതിന് ഇനി സമയമുണ്ട്. സാർ, ഹലോ ഹലോ സാർ. ഹലോ ഹലോ. കട്ടായോ? വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നേ? ഏതവനാടാ? സോറി. ഓക്കെ ബൈ. അല്ല ജീനിയസ്, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നിട്ട് എന്താ നിന്റെ ലവറിനെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്? സ്റ്റെപ്പ് 5. അത് പിന്നെ വേണ്ട, പറയല്ലേ. പറ ജീനിയസ്. വേണ്ടടാ, പറയാതടാ. നമ്മുടെ കോളേജിലെ ആണോ? നമ്മുടെ ക്ലാസ്മേറ്റാ? വേണ്ടടാ, ഇപ്പൊ പറയല്ലേ. അതാരാ? ഒന്ന് വേഗം പറ. അത് നിങ്ങളാണ് മധുലത. ഞാൻ പ്രേമിക്കുന്നത് നിങ്ങളെ തന്നെയാ. ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇപ്പോഴാ ചാൻസ് കിട്ടിയത്. നിങ്ങളൊരാൾ പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ പ്രേമിക്കുന്നവര് തമ്മിൽ പിരിയാൻ എത്ര നേരം ആവും? സോറി ബോസ്. എന്റെ പ്രേമം വളരെ ജെന്യൂനാ. ഐ എം ഇൻ ലവ് വിത്ത് യു മധുലത. I love you, Madhulata. എന്തായി കാണിക്കുന്നത്? ഇല്ല, നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഒരു ചാൻസും ഇല്ല. ടോട്ടൽ ഫിനിഷ്. എല്ലാം ഇവൻ കാരണം എല്ലാം പോയത്. മിഷൻ ഫെയിൽഡ്. ഇനി ചെയ്യാനൊന്നുമില്ല. സർ, സോറി സർ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല സർ. ഞാൻ അതാ 5th സ്റ്റെപ്പ് എന്ന് വിചാരിച്ചത്. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്ന മധുലത എക്സ്പെക്ട് ചെയ്യുന്നു വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല സർ.
നിങ്ങൾ എന്റെ ഈ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തെന്നല്ലാതെ എന്റെ പ്രോബ്ലവും എന്റെ ഫോൾസ് ഒന്നും ചേഞ്ച് ചെയ്തില്ലല്ലോ സർ. ഡാ, നീ ഒരു ജീനിയസ് ആടാ. സർ, മതിലത് എപ്പോഴും ഇങ്ങനെയാണ് സർ പറയാറ്. ആഹാ. കൂൾ ഡൂഡ്, നമുക്ക് നമ്മുടെ മിഷൻ കണ്ടിന്യൂ ചെയ്യാം. എന്തുപറ്റിയടാ? സ്മൈൽ. സർ, ആ, ഇപ്പൊ എന്താടാ? ഇനി പിന്നെ എന്താ സർ ചെയ്യാ? ആദ്യം നിന്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യും. അടുത്ത പ്ലാൻ എന്താടാ? പ്ലാൻ എന്താന്ന് ആലോചിക്കുന്നതിനാണ് പ്ലാൻ. എന്താ ചെയ്യേണ്ടതെന്ന് ഇവന് തന്നെ അറിയില്ല. മിണ്ടാതിരിയടാ. മച്ചാനെ, നീ പറയലയാ. മധു എന്തുകൊണ്ടായിരിക്കൂടാ ഈ പ്രസാദിനെ സ്നേഹിക്കാത്ത? എനിക്ക് തോന്നുന്നു അവൻ കാണാൻ കൊള്ളാഞ്ഞിട്ടായിരിക്കും. ഇല്ല, അത് ഞാൻ അല്ലാത്തത് കൊണ്ട്. സി, മധുവിന് എന്റെ അടുത്ത് എന്തോ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത്. ആ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ അവൻ അപ്ലൈ ചെയ്താലോ? അപ്പം മധു ആ പ്രാന്തിനെ പ്രേമിക്കല്ലേ? പറഞ്ഞത് വളരെ correct ആണ്. ചുളിവ് ഇവന് ഭ്രാന്താന്നല്ലേ പറഞ്ഞത്? ഹലോ മധു. ഹായ് കാർത്തിക്. ഏയ്, എന്താ ഡള്ളായിട്ട് സംസാരിക്കുന്നത്? ഞാൻ ആകെ മൂഡ് ഓഫിലാണ്. എന്തു പറ്റി? ഇന്നെന്റെ ക്ലാസ്സിലെ ഒരാള് എനിക്ക് പ്രൊപ്പോസ് ചെയ്തു. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് പ്രൊപ്പോസ് ചെയ്തത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ശരിക്കും ഡിസ്റ്റർബ്ഡ് ആയി. അവനെ അടിക്കുകയും ചെയ്തു. നിന്നോട് ഇതൊക്കെ പറയണമെന്ന് തോന്നി. ഇപ്പോഴാ ഒന്ന് റിലീഫ് ആയത്. ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്. ബൈ. ബൈ. ഹായ് അങ്കിൾ. മധു. ആദ്യം ഇരിക്കു കാർത്തിക്. ഓക്കെ. സ്വീറ്റ് കഴിക്കുന്നുണ്ടോ? വേണ്ട. ഇത്രയും നേരം നിങ്ങൾ പഴ കഴിക്കുന്ന വിചാരിച്ച് സ്വീറ്റ് ആണോ കഴിച്ചോണ്ടിരിക്കുന്നത്? അതൊക്കെ എപ്പോഴാ കഴിച്ചു കഴിഞ്ഞ്. അത് കാലിയായപ്പോഴാണ് സ്വീറ്റ്സ് കഴിക്കാന്ന് വിചാരിച്ചത്. യുനോ കാർത്തിക്, 100 ഗ്രാം സ്വീറ്റ് കഴിച്ചാൽ 1 കിലോ കലോറി കൂടും. നമ്മൾ ഒരു ദിവസം 100 ഗ്രാം സ്വീറ്റ് കഴിച്ചാൽ 10 ദിവസം കൊണ്ട് 10,000 കലോറി കൂടും. ഒന്ന് നിർത്തടി. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന നാട്ടിലുള്ള എല്ലാരും വിചാരിക്കും നിനക്ക് വട്ടാന്ന്. മധുവേ, മോളിലുണ്ട്. നീ പൊക്കം മോനെ. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം തരില്ല. എന്റെ ഭക്ഷണത്തെ തൊട്ട് കളിച്ചാൽ നിനക്ക് ദൈവകോപം വരൂടി. മധു. റെസ്ട്രിക്റ്റഡ് എൻട്രി. ഫ്രണ്ട്സിനെ നീ കെയർ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചില കാര്യങ്ങളിൽ നീ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുമാത്രമല്ല, സ്മൈൽ എനിക്ക് ഒരുപാട് സ്മൈൽ. സൂപ്പർ. ഇതെന്താ പെട്ടെന്നൊരു നിന്റെ സർപ്രൈസ്? മൂഡ് എന്തോ അപ്സെറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ വന്നെ. ഇപ്പൊ ഓക്കെ ആണോ? താങ്ക്സ് ഫോർ കെയറിംഗ്. യു വെൽക്കം. പ്ലീസ് 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 മതിലത്ത, ഒരു മിനിറ്റ് മതിലത്ത. പ്ലീസ് മതിലത്ത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മതിലത്ത. മോർണിംഗ് 11 o'clock ഞാൻ ലവ് പ്രപ്പോസ് ചെയ്തത്. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നി. അത് തെറ്റ് തന്നെയാ. അതുകൊണ്ടല്ലേ എന്റെ കർണക്കുറ്റി നോക്കി ഒന്ന് തന്നത്. സമയം 10 മണിയായി. ഇതുവരെ ലവ് പ്രപ്പോസ് ചെയ്തു. നിങ്ങൾ എന്നെ അടിച്ചിട്ടില്ല. ആ ചിരിച്ചല്ലോ, അതേ ചിരിച്ചു. ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ, ഫ്രണ്ട്സാ. ആഹാ. പക്ഷെ ഇനി ഒരിക്കലും നീ അങ്ങനെ സംസാരിക്കരുത്. ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഞാൻ സത്യമായിട്ടും പറയാ. നിന്റെ ജോബ് സിറ്റുവേഷൻ എന്താണ് ജീനിയസ്? നാളെയാണ് ഇന്റർവ്യൂ. പക്ഷെ സെലക്ട് ആവോ ഇല്ലെന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാ. ഏതാ കമ്പനി? മൈക്രോസോഫ്റ്റ്. എടാ, എൻഗേജ്മെന്റിന് 7-ാം തീയതിയും 12-ാം തീയതി മുഹൂർത്തം ഉണ്ടെന്ന് ജോത്സ്യൻ പറഞ്ഞു. നീ എന്ത് പറയുന്നു? 2 നല്ല ദിവസം തന്നെയാ. 12th is okay. അതാ ബെസ്റ്റ് ചേട്ടാ. എന്താടാ, നിനക്ക് ഓക്കെ അല്ലേ? നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആടാ. മോനെ, വലിയമ്മോട് 12-ാം തീയതി വെക്കാന്ന് പറ. 12th. എന്താടാ 12th? നിന്റെ എൻഗേജ്മെന്റ് ഡേറ്റാ. വലിയമ്മേ, 11th 12th ആണോ ഓക്കെ? ഇവരുടെ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്തിനാണ് 12th ഫിക്സ് ചെയ്തിരിക്കുന്നത്? അല്ലേ, എനിക്ക് ഇഷ്ടമായില്ല. എനിക്കും ഇഷ്ടമായില്ലടാ. യാ, നമുക്ക് 7th ഫിക്സ് ചെയ്യാം. അതന്നെ, ഞായറാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും വരും. ഇവർക്ക് അതും കൂടി അറിയില്ലേ? നീ ഒന്ന് പോയി പറ.
അപ്പൊ 7-ാം തീയതി ഉറപ്പിച്ചു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം. ക്യാച്ച്. ഹലോ, എന്താടാ ചെയ്തോണ്ടിരിക്കുന്നത്? മധുലത്തിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക സർ. നീ തിങ്ക് ചെയ്തതൊക്കെ മതി, മിണ്ടാതെ ഫോൺ ചെയ്യാൻ നോക്ക്. ഹലോ ഹലോ ഹലോ. ഇത് പിടിച്ച്. ഇവിടെ ഇട്. ഹലോ മധുലത്ത, ആ പറഞ്ഞോ ജീനിയസ്. ജോബ് വേക്കൻസിനെ കുറിച്ച് സംസാരിക്കാനാ കോൾ ചെയ്തത്. ഓ ആ, ആ, ജീനിയസ്, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ, ബൈ. ആരാ? ഫ്രണ്ട്. ബോയ് ആണോ ഗേൾ ആണോ? ബോയ്. വളരെ ക്ലോസ് ആണെന്ന് തോന്നുന്നു. എന്തുപറ്റി? ഫീൽ ആയോ? ഫീൽ ആവാതിരിക്കോ? ഇത് ഞാനൊരു പെണ്ണിന്റെ കൂടെ ക്ലോസ് ആയിട്ട് സംസാരിച്ചാ നിനക്കും ഫീൽ ആവില്ലേ? ഞാൻ എന്തിനു ഫീൽ ചെയ്യണം? നിങ്ങൾ ആരോട് സംസാരിച്ചാലും എന്നെയാണല്ലോ സ്നേഹിക്കുന്നത്. അച്ഛാ, ഉം. ഞാൻ കേസ് മറന്നു. ചെന്നെടുത്തോണ്ട് വേടാ. ആ ഓക്കെ. ജൂൺ 6, 2011 സാറ്റർഡേ. കാർത്തിക്, ഈ ലോകത്തെ മറ്റാരെക്കാളും ഹാപ്പി ആയിരിക്കുന്നത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്റെ ലൈഫിലേക്ക് വന്നപ്പോ എല്ലാ ഫെസ്റ്റിവലും ഒരുമിച്ച് അങ്ങ് വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. ഐ എം സോറി, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തോ? ഓഡിയോ ഡയറി നല്ല ഐഡിയ. താങ്ക്സ്. നിനക്കൊരു കാര്യം അറിയാം കാർത്തിക്, എന്റെ ലൈഫില് ഞാൻ എന്ത് തന്നെ ആഗ്രഹിച്ചാലും ശരി, എനിക്കത് ഈസി ആയിട്ട് കിട്ടിയിരിക്കും. കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട എന്റെ അച്ഛൻ എനിക്ക് അത് തന്നെയായിരിക്കും ഗിഫ്റ്റ് ചെയ്യുന്നത്. എക്സാം ടൈമില് എനിക്ക് ഫീവർ വന്നാലും അല്ലെങ്കിൽ എക്സാമിന് പഠിച്ചില്ലെങ്കിലും ആ എക്സാം തന്നെ പോസ്റ്റ്പോൺ ചെയ്യും. ക്ലാസ്സിലേക്ക് പോകാൻ താല്പര്യം അല്ലെങ്കിൽ സ്ട്രൈക്ക് നടന്ന് അത് ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പി ആവാറുണ്ട്. ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കാറുമില്ല. പക്ഷെ 10th ഫസ്റ്റ് ക്ലാസ് ആണ്. ലവിലും അങ്ങനെ തന്നെയാ. നിങ്ങളെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, എനിക്കത് കിട്ടുകയും ചെയ്തു. അതുപോലും സിമ്പിൾ ആയിട്ട് നടന്നു. എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരിക്കലും വിഷമിച്ചിട്ടില്ല. സോറി, പുറത്തെല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ബൈ. ബൈ.